നമസ്കാരം. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെയും സമുദ്ര സുരക്ഷാ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ യുദ്ധശേഷി അതിവേഗം നവീകരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാന വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിലേക്ക് ഫ്രഞ്ച് നിർമ്മിത റഫാൽ M യുദ്ധവിമാനങ്ങൾ എത്തിക്കാനുള്ള നിർണായക നീക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കാനും ഈ രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അന്താരാഷ്ട്ര പങ്കാളിത്തവും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് സമുദ്രമേഖലയിൽ പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാനാണ് ഇന്ത്യ ഈ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്ന 26 റഫാൽ M കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങളുടെ ഔദ്യോഗിക സംയോജന പ്രക്രിയയ്ക്ക് ഈ വർഷം അവസാനത്തോടെ തുടക്കമാകും. ഫ്രഞ്ച് വ്യോമസേനയുടെ പൈലറ്റും വിമാനവും പങ്കെടുക്കുന്ന ആദ്യ ഫ്ലൈറ്റ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഒരു റഫാൽ M യുദ്ധവിമാനം ഈ വർഷം അവസാനത്തോടെ INS വിക്രാന്തിൽ ആദ്യമായി ലാൻഡിംഗ് നടത്തും. വിക്രാന്തിൻ്റെ ഡെക്ക് സംവിധാനങ്ങൾ, അറസ്റ്റിംഗ് ഗിയറുകൾ, സ്കീ ജംപ് ലോഞ്ചറുകൾ എന്നിവ റഫാൽ വിമാനങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്ന് പരിശോധിക്കുന്നതിനാണ് ഈ ആദ്യഘട്ട പരീക്ഷണം നടത്തുന്നത്. ഇതിന് പിന്നാലെ അടുത്ത വർഷം ആദ്യത്തോടെ രണ്ടാം ഘട്ട ഫ്ലൈറ്റ് ക്യാമ്പയിനും നടക്കും. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങളും പ്രവർത്തനക്ഷമതയും പൂർണ്ണമായി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇന്ത്യൻ നാവിക പൈലറ്റുമാർ ഈ വിമാനങ്ങൾ പറത്തി തുടങ്ങുക. റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവിനായി 43,000 ടൺ ശേഷിയുള്ള INS വിക്രാന്തിൽ ആവശ്യമായ സാങ്കേതിക മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമാനത്തിൻ്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും അനുയോജ്യമായ രീതിയിൽ ഡെക്ക് മാർക്കിങ്ങുകൾ മാറ്റുന്നതും അറസ്റ്റിംഗ് ഗിയർ കാലിബ്രേഷൻ ചെയ്യുന്നതും അറ്റകുറ്റപ്പണിക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ബോയിങ്ങിൻ്റെ FA-80 സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങളുമായി നടത്തിയ കടുത്ത മത്സരത്തിനൊടുവിലാണ് ഇന്ത്യൻ നാവികസേന റഫാൽ M തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് 2025 $7.5 ബില്യൺ കരാറിലാണ് ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചത്. ട്രെയിനർ വകഭേദങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ആദ്യ ബാച്ച് 2028 ഇന്ത്യക്ക് കൈമാറും. വിമാനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഡാസോ ഏവിയേഷൻ ഫ്രാൻസിൽ വെച്ച് വിപുലമായ പരിശീലനം നൽകും. നിലവിൽ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന MiG-29K വിമാനങ്ങൾ പഴക്കമേറിയതും കനത്ത അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ സാഹചര്യത്തിലാണ് പുതിയ റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത്. INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ നിലവിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ കപ്പലുകളിലേക്ക് ആവശ്യമായ 60-ലധികം യുദ്ധവിമാനങ്ങളുടെ കുറവ് നികത്താൻ റഫാൽ വിമാനങ്ങളുടെ വരവോടെ സാധിക്കും. നാറ്റോ സഖ്യത്തിലും ഫ്രഞ്ച് നാവികസേനയിലും തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുള്ള റഫാൽ M വിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതോടെ സമുദ്രത്തിൽ വ്യോമാധിപത്യം സ്ഥാപിക്കാനും അതിവേഗ ആക്രമണങ്ങൾ നടത്താനുമുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പദ്ധതി പൂർത്തിയാകുന്നതുവരെ നാവികസേനയുടെ കരുത്തായി റഫാൽ നിലകൊള്ളും. സേനയുടെ നവീകരണത്തോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ സഖ്യങ്ങളും ഇന്ത്യ ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെൽബൺ സന്ദർശന വേളയിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പുതിയ സമുദ്ര സുരക്ഷാ റോഡ് മാപ്പിന് രൂപം നൽകിയത്. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇൻഡോ പസഫിക് മേഖലയിൽ നിരീക്ഷണവും വിവരശേഖരവും ശക്തമാക്കും. ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്ന P-8 മാരിടൈം പട്രോൾ വിമാനങ്ങൾ പരസ്പരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ നിരീക്ഷണം നടത്തുക. ഇന്ത്യക്ക് നിലവിൽ 12 P-8I വിമാനങ്ങളുണ്ട്. 6 കൂടി വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി തേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്കും സമാനമായ 12 P-8A വിമാനങ്ങളാണ് കയ്യിലുള്ളത്. ഒരേ തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി രാജ്യങ്ങളും തത്സമയ വിവരങ്ങൾ കൈമാറാനും സംയുക്ത അഭ്യാസങ്ങൾ സുഗമമാക്കാനും സാധിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ കോസ്റ്റ് ഗാർഡുകൾ തമ്മിലുള്ള അടുത്ത സഹകരണവും കപ്പൽ ഗതാഗതം, അന്തർവാഹിനികളുടെ സഞ്ചാരം എന്നിവ നിരീക്ഷിക്കാനുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഈ പുതിയ കരാറിൻ്റെ ഭാഗമാണ്. അമേരിക്കയും ജപ്പാനും ഉൾപ്പെടുന്ന മലബാർ സംയുക്ത നാവിക അഭ്യാസത്തിൽ രാജ്യങ്ങളും ഇതിനകം തന്നെ പങ്കാളികളുമാണ്. അടുത്തിടെ നടന്ന മിലാൻ 2026 നാവിക അഭ്യാസത്തിൽ ഓസ്ട്രേലിയൻ ഹെലികോപ്റ്ററുകൾ INS വിക്രാന്തിൽ ലാൻഡിംഗ് നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ്. ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുവാൻ അമേരിക്കൻ പസഫിക് കമാൻഡിനൊപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും ചേരുന്നതോടെ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാകും. ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സുരക്ഷാ ശൃംഖല തീർക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവും
ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സഖ്യവും ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനുള്ള രണ്ട് ശക്തമായ തൂണുകളായി മാറുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് INS വിക്രാന്തിലേക്ക് ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നതും ഇന്തോ പസഫിക് സുരക്ഷ മുൻനിർത്തി ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ സഖ്യം ശക്തമാക്കുന്നതും ഏഷ്യൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന നീക്കങ്ങളാണ്. പരമ്പരാഗതമായി ഇന്ത്യയെ കര അതിർത്തികളിലും സമുദ്രമേഖലകളിലും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും ഈ പുതിയ പ്രതിരോധ സമവാക്യങ്ങൾ വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിലും ഇന്തോ പസഫിക്കിലും ഇന്ത്യ കൈവരിക്കുന്ന ഈ സൈനിക മുൻതൂക്കം തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യയുടെ ഈ ശക്തമായ നീക്കം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വിദേശ നയങ്ങളെയും സൈനിക നീക്കങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് ആഗോള പ്രതിരോധ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ തന്ത്രപരമായ ആശങ്ക മലാക്ക ഉൾക്കടലിലൂടെയുള്ള വാണിജ്യപാതകളുടെ സുരക്ഷയാണ്. ചൈനയുടെ ഇന്ധന ഇറക്കുമതിയുടെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഈ മേഖലയിൽ ഇന്ത്യൻ നാവികസേന റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാധിപത്യം സ്ഥാപിക്കുന്നത് ചൈനയ്ക്ക് കടുത്ത ഭീഷണിയാകും. കടലിൽ നിന്നും ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള റഫാൽ വിമാനങ്ങൾ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കപ്പെടുന്നതോടെ ഇന്ത്യൻ സമുദ്രത്തിലൂടെയുള്ള ചൈനീസ് യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും സ്വതന്ത്രമായ സഞ്ചാരത്തിന് വലിയ തടസ്സം നേരിടും. കൂടാതെ ഇന്ത്യയും ഓസ്ട്രേലിയയും സംയുക്തമായി P-8 മാരിടൈം പെട്രോൾ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന തത്സമയ നിരീക്ഷണം ചൈനയുടെ രഹസ്യ അന്തർവാഹിനി നീക്കങ്ങളെ പൂർണ്ണമായി വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കും. ചൈന പടുത്തുയർത്താൻ ശ്രമിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ഇന്ത്യയെ വളയുന്ന തുറമുഖ ശൃംഖലയെ നിഷ്പ്രഭമാക്കാൻ ഈ പുതിയ സഖ്യത്തിന് സാധിക്കും. അമേരിക്ക പസഫിക് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്തോ പസഫിക്കിലെ സുരക്ഷാ ചുമതല ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റെടുക്കുന്നത് ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഏൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ നീക്കങ്ങൾ അവരുടെ നാവികശേഷിയും പ്രതിരോധ തന്ത്രങ്ങളെയും പൂർണ്ണമായി നിഷ്പ്രഭമാക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ നാവികസേന ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ സജ്ജമാക്കുകയും അതിൽ അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്യുന്നത് വഴി അറബിക്കടലിൽ പൂർണ്ണമായ ആധിപത്യം ഇന്ത്യക്ക് ലഭിക്കും. യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ പ്രധാന തുറമുഖമായ കറാച്ചിയെ പൂർണ്ണമായി ഉപരോധിക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിക്കുന്നത് പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക സൈനിക സമ്മർദ്ദമുണ്ടാക്കും. പാകിസ്ഥാൻ്റെ പക്കൽ വിമാനവാഹിനി കപ്പലുകളോ അവയെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ഇന്ത്യയുടെ ഈ വ്യോമനാവിക മേധാവിത്വം അവർക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത്. ഇന്ത്യയുടെ സൈനിക നവീകരണത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് സാധിക്കില്ല എന്നതും അവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അവിശുദ്ധ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാകാൻ കാരണമായേക്കാം. ഇന്ത്യയെ സംയുക്തമായി നേരിടുന്നതിനായി ചൈന പാകിസ്ഥാന് കൂടുതൽ അത്യാധുനിക അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും കൈമാറാനും സാധ്യതയുണ്ട്. ചൈന ധനസഹായം നൽകുന്ന പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം ചൈനീസ് നാവികസേനയുടെ സ്ഥിരം താവളമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ അവർ വേഗത്തിലാക്കും. എങ്കിലും ഇന്ത്യയും ഓസ്ട്രേലിയയും അമേരിക്കയും ജപ്പാനും ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യം ശക്തമായി നിലകൊള്ളുന്നതിനാൽ വിചാരിച്ചത്ര വേഗത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. ചുരുക്കത്തിൽ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളുടെ വിന്യാസവും ഓസ്ട്രേലിയയുമായുള്ള സമുദ്ര സുരക്ഷാ റോഡ് മാപ്പും ചൈനയുടെ കടന്നുകയറ്റ സ്വഭാവത്തിനും പാകിസ്ഥാൻ്റെ ഇന്ത്യ വിരുദ്ധ തന്ത്രങ്ങൾക്കും കനത്ത തിരിച്ചടി സൃഷ്ടിച്ചുകൊണ്ട് ഏഷ്യ പസഫിക് മേഖലയിലെ യഥാർത്ഥ ശക്തി കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.